ഞാൻ അടിസ്ഥാനപരമായി ഒരു അസൂയക്കാരനാണ്. ഇന്ന് ഞാൻ വല്ലാതെ ആയിരിക്കുകയാണ് വേദിയിലിരുന്ന്. ബഹുമാന്യനായ മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഡയറക്ടർ മറ്റമുണ്ടയിൽ അച്ഛൻ ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയപ്പോൾ ഞാൻ തീരുമാനിച്ചു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടായ നിമിഷങ്ങളാണ്. കാരണം ഞാൻ ആലോചിച്ച് ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക്, ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിന്, ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകന് ഇതുപോലെ അഭിമാനത്തോടു കൂടി നടപ്പാക്കിയതും നടപ്പാക്കാൻ പോകുന്നതുമായ പദ്ധതികൾ ഇതുപോലെ ഞാനിതുവരെ കേട്ടിട്ടില്ല. ഒരാൾക്കും പറയാൻ കഴിഞ്ഞില്ല. ഞാൻ ഓർത്ത് ഇപ്പം തീരുമെന്ന് വിചാരിച്ചു. തീരുന്നില്ല. പദ്ധതികളാണ്, അതിൻ്റെ ആത്മവിശ്വാസമാണ്, അത് നടപ്പാക്കിയതിലെ കൃത്യതയാണ്. സത്യത്തിൽ ഇത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കാരുണ്യത്തിൻ്റെ മുഖമാണ് മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പ്രത്യേകം പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഞാൻ പിതാവിനോട് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇത്തരമൊരു മഹത്തായ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഗൈഡൻസും അദ്ദേഹമാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്, എന്താണ് പൊതുപ്രവർത്തനം, എന്താണ് സാമൂഹ്യ സേവനം, എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം. എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാം ഒരു തരത്തിലുള്ള ശുശ്രൂഷയാണ്. സങ്കടങ്ങൾ മാറ്റാൻ, കണ്ണീരൊപ്പാൻ, സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന തീക്ഷ്ണമായ യത്നത്തിൻ്റെ പേരാണിതെല്ലാം. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഒരു വിധത്തിൽ എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. നമ്മുടെ നിയോഗമാണിതെല്ലാം. ആ നിയോഗമാണ്. ഇപ്പോൾ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കാരുണ്യവും അല്ലെങ്കിൽ നന്മയുമുള്ള ആളുകൾക്ക് ദൈവം ചില താലന്തുകൾ കൊടുക്കും. അതുപോലെ കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് നൽകിയ താലന്താണ് യഥാർത്ഥത്തിൽ ഈ മലനാട് സൊസൈറ്റി. യഥാർത്ഥത്തിൽ താലന്താണ് മറ്റുള്ളവരെ സഹായിക്കാൻ. നമ്മുടെ പൊതുപ്രവർത്തനം, ജനപ്രതിനിധികളായി ഞങ്ങളിവിടെ ഇരിക്കുന്നത്, അതും ഓരോ താലന്താണ്. മറ്റുള്ളവനെ സഹായിക്കാൻ, അവനെ ചേർത്ത് നിർത്താൻ, അവൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ നമുക്ക് നൽകുന്ന നിയോഗമാണ് യഥാർത്ഥത്തിൽ. ക്രിസ്തു തന്നെ ഒരു ഉപമ പറയുന്നുണ്ട്, അധ്വാനത്തെക്കുറിച്ചും സമർപ്പണത്തെക്കുറിച്ചും. ഒരു യജമാനൻ യാത്ര പോകുന്നതിന് മുമ്പ് തൻ്റെ 3 ഭൃത്യന്മാർക്ക് 5 നാണയവും 3 നാണയവും 1 നാണയവും കൊടുത്തു. അദ്ദേഹം കുറേ നാളുകൾക്ക് ശേഷം യാത്ര ചെയ്ത് തിരിച്ചു വന്നപ്പോൾ 1ാമത്തെ ഭൃത്യനും 2ാമത്തെ ഭൃത്യനും കഠിനാധ്വാനം ചെയ്ത് അത് ഇരട്ടിയാക്കി അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. 3ാമത്തവൻ അത് കുഴിച്ചിട്ടു. അപ്പോൾ പറയുന്നുണ്ട് യജമാനൻ, എൻ്റെ ആളെ വിളിക്കുന്നത്, 3ാമത്തെ ആളെ വിളിക്കുന്നത് എന്താ, നീ ദുഷ്ടനായ മടിയനാണെന്ന. ദുഷ്ടനായ മടിയൻ. ഈ താലന്ത് നമുക്ക് ലഭ്യമാകുമ്പോൾ അത് നമ്മൾ കുഴിച്ചിട്ടാൽ നമ്മളെ ദുഷ്ടനായ മടിയനായി നമ്മുടെ ചരിത്രത്തിൽ അറിയപ്പെടും. ക്രിസ്തു ഇതിനേക്കാൾ നല്ല ഉപമയില്ല അല്ലേ? ഉള്ളവന് കൂടുതൽ കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്നും ഉള്ളത് കൂടി എടുക്കും എന്ന് പറഞ്ഞ് അധ്വാനത്തിൻ്റെ മഹത്വം ലോകത്തിന് സുവിശേഷത്തിലൂടെ, മത്തായിയുടെ സുവിശേഷത്തിലാണ് അത് പറയുന്നത്. അത് പറഞ്ഞു കൊടുത്തതാണ് ക്രിസ്തു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ആളുകൾ ആരോ എൻ്റെ അരികിലേക്ക് വരുവിൻ, ഞാൻ അവരെ ആശ്വസിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ ചേർത്ത് പിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കഠിനമായി, ഇതൊരു വലിയ ടീം വർക്കാണ്. കഠിനമായ അധ്വാനമാണ്, നിരന്തരമായ അധ്വാനമാണ്, ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പിതാവുടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള നന്മ എന്ന് പറയുന്നത്. ഇന്ന് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കർഷകരുടെ ജീവിതം മുഴുവൻ സങ്കടങ്ങളാണ്. ഇന്ന് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ്, അതുപോലെ കീടനാശിനിയുടെ വിലവർധനവ്, വളത്തിൻ്റെ വിലവർധനവ്, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ, വനാതിർത്തികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരു ഇൻസെക്യൂരിറ്റി, ഒരു അരക്ഷിത ബോധം കർഷകരുടെ മനസ്സിലുണ്ടാകുന്നു. അത് നമുക്ക് മാറ്റിയെടുത്തേ മതിയാവും. എല്ലാവരും ഒരുമിച്ച് നിന്ന്
എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പറയാം. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കാർഷിക താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിയമവും പാസ്സാക്കാൻ അനുവദിക്കില്ല. ഒരു നിയമവും പാസ്സാക്കാൻ അനുവദിക്കില്ല. ഒരു നിയമവും. കേരളത്തിൽ വനസംരക്ഷണം വേണം. നമ്മളൊക്കെ വനസംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. പക്ഷെ 29% വനം കേരളത്തിലുണ്ട്. ആ വനങ്ങൾ സംരക്ഷിച്ചോട്ടെ. അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ എന്നതിൻ്റെ പേരിൽ നടത്തുന്ന നോട്ടിഫിക്കേഷനുകൾ ഇവിടെ മാത്രമല്ല, ഇടുക്കിയിലുണ്ട്, വയനാട്ടിലുണ്ട്, പത്തനംതിട്ടയിലുണ്ട്, പല കോട്ടയത്തുണ്ട്, പല സ്ഥലങ്ങളിലും നടത്തുന്ന വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് തലതിരിഞ്ഞ ചില ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയല്ല ഭരണാധികാരികളുടെ ചുമതലകൾ. ആ വരുന്ന നിർദ്ദേശങ്ങളിലൂടെ മനസ്സ് വെച്ചുകൊണ്ട് പാവപ്പെട്ട കർഷകൻ അവൻ്റെ മണ്ണിൽ അവൻ നടത്തുന്ന അധ്വാനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവനെ താങ്ങായി നമ്മൾ നിൽക്കേണ്ട സമയമാണിത്. താങ്ങായി നിൽക്കേണ്ട സമയമാണ്. അവിടെയാണ് ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. ഒരു തരത്തിലുള്ള അത്തരം നടപടികൾ ഞാൻ കരുതുന്നത് എല്ലാവരും, ഈ വേദിയിലിരിക്കുന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഉറപ്പായി ഒരു കർഷക കാര്യം ഇനി നമ്മൾ കർഷക താല്പര്യങ്ങൾ ഹനിച്ചുകൊണ്ടുള്ള ഏത് തീരുമാനങ്ങൾ നമ്മൾ എടുത്താലും അത് കേരളത്തിന് സംഭവിക്കാൻ പോകുന്ന ദുരന്തമായി മാറുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇതിപ്പോൾ ഈ നടത്തുന്ന പ്രോജക്റ്റുകൾ ഗവൺമെൻറ്റുകൾക്ക് പോലും മാതൃകയാണ്. ഞാൻ ഗവൺമെൻറ് ഇതുപോലത്തെ പ്രോജക്റ്റുകൾ ചെയ്യണം എന്നല്ല പറയുന്നത്. പക്ഷെ ഗവൺമെൻറ്റുകൾക്ക് ഇത്തരം പ്രോജക്റ്റുകളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. ഗവൺമെൻറ്റിന് ഫെസിലിറ്റേറ്ററായി മാറാൻ കഴിയും. ഇതുപോലത്തെ ഒരു പ്രോജക്റ്റ് ഒരു ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസിക്കോ നടത്താൻ പറ്റും എന്ന വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷെ ഗവൺമെൻറ് ഫെസിലിറ്റേറ്ററായി നിന്നുകൊണ്ട് ഇത്തരം പ്രോജക്റ്റുകൾ നടത്തിയാൽ യഥാർത്ഥ കാർഷിക ഉൽപ്പന്നത്തിൻ്റെ വിലയേക്കാൾ കൂടുതൽ അതിൻ്റെ വാല്യൂ ആഡഡ് ഉൽപ്പന്നമായി അത് മാറുമ്പോൾ, ഇപ്പം ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ക്ഷീരമേഖല. സത്യത്തിൽ പല കർഷകരും ഇന്ന് നിലനിൽക്കുന്നത് പശുവിനെ വളർത്തിയിട്ടാണ് ജീവിക്കുന്നത്. കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനം കുറയുമ്പോൾ പലരും ഈ ക്ഷീരമേഖലയിലാണ്. അവിടെ കാലിത്തീറ്റയുടെ വില കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ മറ്റമുണ്ടയിൽ അച്ഛൻ കാലിത്തീറ്റയുടെ സബ്സിഡിയുള്ളൊരു പ്രോജക്റ്റ് ഇവിടെ ഡിക്ലെയർ ചെയ്തു. നമുക്ക് എത്രമാത്രം കൊടുക്കാൻ പറ്റും? ഇപ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ പുല്ലും വൈക്കോലും മാത്രമാണ് കന്നുകാലികൾക്ക് കൊടുത്തിരുന്നത്. ഇപ്പോൾ പുല്ലുമില്ല, വൈക്കോലും ഇല്ല. ഇപ്പോൾ കൊടുക്കുന്നത് മുഴുവൻ കാലിത്തീറ്റയാണ്. എപ്പോഴാണ് പാലിൻ്റെ വില കൂട്ടുന്നത്? ഞാൻ ഒരു കാര്യം കൂടി പറയുന്നത്, സാധാരണ പാലിൻ്റെ വില കൂട്ടിയാൽ പ്രതിപക്ഷം എതിർക്കും. എന്നോട് മന്ത്രി വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മിൽമയുടെ മുമ്പിൽ കഴിഞ്ഞയാഴ്ച സമരം ഉദ്ഘാടനം ചെയ്തു, പാലിന് വില കൂട്ടണം എന്ന് പറഞ്ഞു. സാധാരണ എല്ലാവരും എതിർക്കും. കാരണം 98% ആളുകളും അതിൻ്റെ കൺസ്യൂമേഴ്സാണ്, ഉപഭോക്താക്കളാണ്. വളരെ കുറച്ച് ശതമാനം പേരാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്ക് 20 രൂപ കൊടുത്ത് 25 രൂപ കൊടുത്തും വെള്ളം വാങ്ങിക്കാം, പക്ഷെ പാലിന് വില കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പാലിൻ്റെ വില കൂട്ടിയപ്പോൾ ഞങ്ങൾ സ്വാഗതം ചെയ്തു. സാധാരണ ഒരു പ്രതിപക്ഷവും കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്വാഗതം ചെയ്തിട്ടില്ല. ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ കാരണം അത് ക്ഷീര കർഷകർക്ക്, ആ പാവപ്പെട്ടവർക്ക് അതൊരാശ്വാസമായി മാറും പാലിൻ്റെ വില കൂട്ടിയാൽ എന്നതുകൊണ്ടാണ്. പക്ഷേ ഉള്ള പ്രശ്നം എന്താ? ഒരു വശത്ത് പാലിൻ്റെ വില കൂട്ടുമ്പോൾ അപ്പുറത്ത് കാലിത്തീറ്റയുടെ വില കൂട്ടി ഈ കമ്പനികൾ. അപ്പോൾ പാലിൻ്റെ വില കൂട്ടിയതിൻ്റെ ഗുണം ക്ഷീരകർഷകന് കിട്ടാതെ പോകും. ഇങ്ങനെ കർഷകർ ഒരുപാട് വിധ വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു കാലത്തുകൂടി കടന്നു പോവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം. അതിനുള്ള പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇൻഫാമിൻ്റെയും മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ നടത്തുന്നത്. ഈ പ്രോജക്റ്റുകൾ മാതൃകാപരമായ പ്രോജക്റ്റുകളായി കൂടുതൽ വലിയ പദ്ധതികളിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങാൻ ഇൻഫാമിനും മലനാട് സൊസൈറ്റിക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരുപാട് സഹപ്രവർത്തകർ കൂടി സംസാരിക്കാനുള്ളത് കൊണ്ട് സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ഈ പദ്ധതി ആരംഭിക്കുന്നത് തിരുപ്പിറവിയുടെ മഹാജൂബിലി ആഘോഷിക്കുന്ന 2025 പദ്ധതികളാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. ആ തിരുപ്പിറവിയുടെ പ്രത്യാശ കൂടി എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കാലിത്തൊഴുത്തിൽ റോസാപുഷ്പം പോലെ മനോഹരമായ ചുണ്ടുകൾ വിടർത്തി ആദ്യമായി ഉണ്ടായ ഒരു കരച്ചിൽ, ആ കരച്ചിൽ ദയയും കരുണയും സത്യവും മനസ്സിലുള്ളവർക്ക് സംഗീതമായി മാറി. അസത്യവും ക്രൂരതയും ദുഷ്ടതയും കൈമുതലായുള്ളവർക്ക് ആ കരച്ചിൽ ഒരു ഇടിമിന്നൽ പോലെ അനുഭവപ്പെട്ടു എന്നതാണ്. ക്രിസ്തു താങ്ങാണ്
തണലാണ്, ജീവനാണ്, പ്രകാശമാണ്, ജീവന്റെ അപ്പമാണ്, വഴികാട്ടിയാണ്. എല്ലാ പ്രത്യാശയുടെയും ഈ തിരുപ്പിറവി എന്ന് പറയുന്നത് ആ അമ്മയും കുഞ്ഞും പ്രത്യാശയുടെ പ്രതീകമാണ്. നമ്മുടെ മനസ്സിൽ നിറയുന്ന നമ്മുടെ നല്ല കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ പിൻബലവും ആത്മവിശ്വാസവും കരുത്തും തണലും എല്ലാം ആണ്. അതുകൊണ്ടാണ് ഈ തിരുപ്പിറവിയുടെ ജൂബിലി വേളയിൽ ഈ മഹത്തായ ഒരു പ്രഖ്യാപനം ഇവിടെ നടത്തുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനൂടെ സൂചിപ്പിച്ചപ്പോൾ ഒരു വചനം പറഞ്ഞു, ഞാൻ വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ വചനം. നമ്മുടെ മുമ്പിൽ വിശക്കുന്നവർ, ദാഹിക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ, സങ്കടപ്പെടുന്നവർ ഒരുപാട് പേർ നമ്മുടെ മുമ്പിലൂടെ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ജെറുസലേമിൽ നിന്നുള്ള ജെറീക്കയിലേക്കുള്ള ദൂരം നമ്മുടെ വീട്ടുമുറ്റത്തിൻ്റെ കൂടിയാണ് എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത്. അവൻ നമ്മുടെ മുമ്പിലുണ്ട്. കഷ്ടപ്പെടുന്നവരുടെ, വേദനിക്കുന്നവരുടെ, പ്രയാസം അനുഭവിക്കുന്നവരുടെ രൂപത്തിൽ നമ്മുടെ ഇടയിലൂടെയുണ്ട്. നമ്മൾ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ, അവരെ നമ്മൾ നെഞ്ചോട് ചേർക്കുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് ക്രിസ്തുവിനെയാണ്, ആ വിശ്വാസത്തെയാണ് എന്നുള്ളതാണ്. അതല്ലാതെയുള്ള ജീവിതം നമ്മുടെ വചനങ്ങളുടെ നിരാകരണവും ക്രൈസ്തവ മാർഗത്തിൻ്റെ നിഷേധവുമാണ്. ആ തെറ്റായ വഴികളിൽ നിന്നും ഈ കാരുണ്യത്തിൻ്റെ വഴിയിലേക്ക്, ഈ സ്നേഹക്കടലിൻ്റെ ഓരത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദുഷ്ടതകൾ മറന്ന് നല്ലത് ചെയ്യാൻ വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ പ്രവൃത്തിയിലാണ് ചെയ്യുന്നത്. ശരിക്ക് നിന്റെ രാജ്യം വരേണമേ എന്നുള്ള പ്രാർത്ഥന അർത്ഥപൂർണമാകുന്നത് അതാണ്. ഞാൻ ഇവിടെ പിതാവും ബഹുമാനപ്പെട്ട അച്ഛനും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തത് ശലോമോന്റെ പ്രാർത്ഥനയാണ്. എല്ലാ ഭരണാധികാരികളുടെയും ഉള്ളിലുണ്ടാകേണ്ട ശലോമോന്റെ പ്രാർത്ഥന, നിന്റെ പ്രജകൾക്ക്, നിന്റെ പ്രജകളെ നന്നായി നടത്തിക്കൊണ്ടുപോകാൻ ഉള്ള ജ്ഞാനം, വിസ്ഡം എനിക്കുണ്ടാകണമേ എന്നുള്ള ഒരു ഭരണാധികാരിയുടെ പ്രാർത്ഥന. നമ്മുടെ പ്രജകളെ അല്ല, രാജാക്കന്മാര് എൻ്റെ പ്രജകളെന്ന് പറയുന്നത് പോലെയല്ല, അവൻ്റെ പ്രജകളാണ്. അവൻ്റെ പ്രജകളെ നന്നായി നടത്തിക്കൊണ്ടുപോകാൻ, അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ജ്ഞാനമാണ് ഭരണാധികാരികൾക്കും നേതൃത്വത്തിനും എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. നമ്മുടെ നാട്ടിൽ ഈ തിരുപ്പിറവി മാസത്തിൽ എല്ലാവർക്കും ആ ജ്ഞാനമുണ്ടാകാൻ, എല്ലാവർക്കും ആ മനസ്സുണ്ടാവാൻ, മനസ്സെല്ലാം കാരുണ്യത്തിൻ്റെ കടലായി മാറാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് വളരെ അഭിമാനത്തോടുകൂടി, വളരെ ആഹ്ലാദത്തോടുകൂടി, നിറഞ്ഞ മനസ്സോടുകൂടി കാഞ്ഞിരപ്പള്ളി രൂപത സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റും മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും ഇൻഫാം കാഞ്ഞിരപ്പള്ളിയും ചേർന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന പദ്ധതി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.